ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കണം, ഇക്കഴിഞ്ഞ റമദാനിൽ ഞാൻ എത്ര ഖുർആൻ ഓതി? സുബ്ഹാനല്ലാഹ്, ഓതാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഓതാൻ സമയം കിട്ടിയില്ല. എന്തായിരുന്നു തിരക്ക് എന്ന് ചോദിച്ചാൽ പണിയൊന്നുമില്ല എന്നാണ് മറുപടി. അല്ലേ സുഹൃത്തുക്കളെ, ഖുർആനിലെ വരികൾ എവിടെയുണ്ട്? ഓതാൻ ആളില്ല. ഖുർആൻ പറയുന്ന ആശയമനുസരിച്ച് ജീവിക്കാൻ ആളില്ല. ഖുർആനിന്റെ ആശയങ്ങളുണ്ടല്ലോ, ആ ആശയമനുസരിച്ച് ജീവിക്കാൻ ആളില്ല. ജമാഅത്തിന് പള്ളിയിൽ ആളില്ല. ജുമഅക്ക് വരികയാണെങ്കിലോ ഖുതുബ തുടങ്ങിയിട്ടാണ് പലരും വന്നു ചേരുന്നത്. ഇനി ഞാൻ അതിനപ്പുറം പറയണോ? പരിശുദ്ധ ഖുർആൻ കഠിനമായി വിരോധിച്ച പലിശ ഏർപ്പാടുകളുമായി ബന്ധപ്പെടുന്നതിനൊരു മടിയുമില്ല, ചതിക്കുന്നതിന് മടിയില്ല, വാക്ക് ലംഘിക്കുന്നതിന് മടിയില്ല, കള്ളം പറയുന്നതിന് മടിയില്ല, മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മടിയില്ല, ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നതിന് മടിയില്ല, പരിഹസിക്കുന്നതിന് മടിയില്ല. അങ്ങനെ ഖുർആൻ എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ? അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്, അതിന് യാതൊരു മടിയുമില്ല. സുബ്ഹാനല്ലാഹ്, ലാ തഖറബുസ്സിന, വ്യഭിചാരം പാടില്ല, അതിലേക്ക് അടുക്കാൻ തന്നെ പാടില്ല, അതിന് നിമിത്തമാകുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല, അതിനൊന്നും അതാ സ്വീകരിക്കാൻ തയ്യാറില്ല. അങ്ങനെ എത്രയോ ജനങ്ങൾ പിഴച്ചു പോകുന്ന ഒരു കാലം അതാണ്. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിലെ വരികളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ബാപ്പ ഉമ്മക്ക് പ്രായമായാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, ബാപ്പ ഉമ്മയോട് നീ പരുത്ത സംസാരം സംസാരിക്കരുതേ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം ഉരിയാടി പോകരുതേ. പിന്നെയോ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുത്ത് വിനയത്തോടെ ജീവിക്കണേ. സുബ്ഹാനല്ലാഹ്, മകന്റെ കയ്യിൽ ക്യാഷുണ്ടോ? മകളുടെ കയ്യിൽ ക്യാഷുണ്ടോ? ബാപ്പ പാവപ്പെട്ടവനാണോ? ഉമ്മ പാവപ്പെട്ടവരാണോ? സംസാരത്തിന്റെ ഗർവെത്രയാണ്. മോനെ നേരത്തെ വീട്ടിൽ വരണമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് മറുപടി പറയുന്ന മക്കളില്ലേ? ബാപ്പ ഉമ്മയെ കസറത്തുന്ന ആളുകളില്ലേ? ഖുർആനിന്റെ നിർദ്ദേശം കാറ്റിൽ പരത്തുന്നവരില്ലേ? പരിശുദ്ധ ഖുർആനിലെ വരികൾ അവിടെ അവശേഷിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നവരില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഓരോരുത്തരും ഉത്തരവാദിത്വം നിർവഹിച്ചു കൊള്ളണം. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ കടക്കണോ അവർക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് നിസ്കാരം കൃത്യമായി വേണം, നിസ്കാരത്തിൽ ഭക്തി വേണം, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, സകാത്ത് കൃത്യമായി കൊടുത്ത് വീട്ടണം. പിന്നെയോ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരെ ലൈംഗികാവയവങ്ങൾ വളരെ നന്നായി സൂക്ഷിക്കണം. സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് ഇന്ന് യാതൊരു വഴിയും ഇസ്ലാം അനുവദിച്ചതില്ല. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൽ, വല്ലവനും അതിനപ്പുറം എന്ത് സ്വീകരിച്ചാലും സുബ്ഹാനല്ലാഹ്, നല്ല കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളുടെ ശരീരം അതാ മറയില്ലാതെ തൊടുന്നത് പോലും ഹറാമാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരണച്ചുകൂട്ടൽ ഹറാമാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ തുഹ്ഫയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ചെറിയ പിജുജദാ കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ പെരുന്നാളിന് അണച്ചുകൂട്ടുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, പെൺകുട്ടികളെ കൈ തൊടുന്നത് പോലെ, ശരീരത്തിലെ തോല് തൊടുന്നത് പോലെ ഹറാമല്ലേ? മറയില്ലാതെ തൊടുന്നത് തന്നെ. പിന്നെയോ സുബ്ഹാനല്ലാഹ്,
സുബ്ഹാനല്ലാഹ്, അത്തരം കുട്ടികളെ ലൈംഗികാസ്വാദനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് യഥാ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നാടുകളില്ലേ. ഇന്നാലില്ലാഹ്, ഖുർആനിന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തി ജീവിക്കുന്ന ലോകം. ഇനിയോ സുബ്ഹാനല്ലാഹ്, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. നിങ്ങളൊരു വിഭാഗവുമായോ വ്യക്തിയുമായോ എഗ്രി ചെയ്താൽ, കരാറുണ്ടാക്കിയാൽ ആ കരാർ എഴുതണം എന്നില്ല, കരാറിൽ ഒപ്പുവെക്കണമെന്നില്ല, അത് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ കരാറാണോ, കരാറ് പാലിച്ചോളണം. അതാണ് റബ്ബിന്റെ നിയമം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. പറഞ്ഞ വാക്ക് ലംഘിക്കുന്നതിനൊരു മടിയുമില്ല. ഒന്നിച്ച് ബിസിനസ് നടത്തിയതാണ് UAE-യിലോ ഖത്തറിലോ. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു ഷെയറുകാരൻ പാർട്ട്ണർ നാട്ടിലായാൽ സുബ്ഹാനല്ലാഹ്, അവൻ വരുന്നതിന് മുമ്പ് കഫീലിനെ സ്വാധീനിച്ച് അവന്റെ കച്ചവടം കൂടി പിടിച്ചെടുത്ത് അനുഭവിച്ച് പച്ച ഹറാം മക്കളെ കൊണ്ട് തീറ്റിക്കുന്ന മുതലാളിമാരില്ലേ, സ്വന്തം ഭാര്യയെ നരകത്തിലേക്ക് നയിക്കുന്നവരില്ലേ, ഹക്കിനെ സംബന്ധിച്ചൊരു പേടിയുമില്ലാത്തവരില്ലേ, വാക്കിലംഘിക്കുന്നതിന് മടിയില്ലാത്തവരില്ലേ. സ്വർഗത്തിൽ കടക്കണോ? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഉത്തരവാദിത്വം നിർവഹിക്കണം, കരാറുകൾ ലംഘിക്കരുത്. കരാറനുസരിച്ച് തന്നെ മനുഷ്യൻ ജീവിതം നയിക്കണം. സുബ്ഹാനല്ലാഹ്, ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഞാനൊരു സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി. ഞാൻ പള്ളി ഉണ്ടാക്കിയെന്ന് എൻ്റെ പണിയെടുത്തത് ഞാനല്ല, പണിക്കാരാണ്. എൻ്റെ കോൺട്രാക്ടർ ഞാനല്ല, പിന്നെ പൈസ കൊടുത്തത് ഞാനല്ല. പിന്നെ ഞാനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന് കാരണമായി ഞാൻ പ്രവർത്തിച്ചു എന്നർത്ഥം. പള്ളി ഉണ്ടാക്കി, സിറാജുൽ ഹുദയുടെ കീഴിലാണ്. സ്ഥലവും ഞാൻ തന്നെ പൈസ ഉണ്ടാക്കി വാങ്ങിയതാ, എൻ്റെ പൈസ അല്ല, നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളുടെ പൈസ. ആ പള്ളിയിൽ ഒരാളെ അവിടെ സേവനത്തിന് നിർത്തി. കുറേ ദിവസം കഴിഞ്ഞിട്ട് വയസ്സുള്ള ആൾക്കാരുണ്ട് അവിടെ. ഞാൻ തന്നെ ഉണ്ടാക്കിയ കമ്മിറ്റി ഉണ്ട്. അവരെന്നോട് പറഞ്ഞു, ഉസ്താദെ കൃത്യമായിട്ട് ബാങ്ക് വിളിക്കുന്നില്ല ആരും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കണോ വിചാരിക്കും. എന്നെ ഒരാൾ ഫോൺ ചെയ്തു. അദ്ദേഹം എൻ്റെ അടുത്ത് പഠിച്ച ഒരാളാണ്. അയാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ദിവസം പറഞ്ഞിരുന്നു, എന്ത് ശമ്പളം കൃത്യത്തിന് കിട്ടുന്നില്ല, അതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണോ ഉത്തരവാദിത്വം? ഉത്തരവാദിത്വം വളരെ വലുതല്ലേ? ഇതുപോലെ നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെയൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ കോഴിക്കോട് കടപ്പുറത്ത് ചെന്ന് നോക്കുമ്പോ മഗ്രിബായിട്ടില്ല. മഗ്രിബാകണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം. സൂര്യനെ ഇങ്ങനെ കാണാനുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് സുന്നത്ത് ജമാഅത്തുകാരല്ല കേട്ടോ. പിന്നെയോ വ്യാജ ബാങ്ക് കൊടുത്ത് നോമ്പ് ബാത്തിലാക്കുന്നവർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്തമില്ലേ? ഒരേ സമയത്ത് ഇപ്പുറത്തുനിന്ന് ബാങ്ക് വിളിക്കുന്നു, അപ്പുറത്ത് സൂര്യനെ കാണിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ അത് ശരിക്കും രണ്ടും ഒരേ സമയത്ത് പിടിച്ചിട്ട് അദ്ദേഹം വാട്സപ്പിലിട്ടത് എനിക്കും കിട്ടി. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. മുസ്ലിം ഉമ്മത്തിനെ ചതിക്കുന്ന കക്ഷികൾ. ഉത്തരവാദിത്വ ബോധം വേണ്ടേ? അതിരാവിലെ മദ്രസയിലേക്ക് കുട്ടികൾ വരുന്നു. ആ കുട്ടികളെ അയക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മമാരെ നിങ്ങൾക്കുള്ളതാണ്. എത്തിച്ചേരാതെ ഉസ്താദുമാർക്ക് പഠിപ്പിക്കാൻ കഴിയോ? കൃത്യത്തിനെത്താതെ ചോദിക്കട്ടെ, ഒരു ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണ്ടേ? വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയോ? എന്നാൽ സുഹൃത്തുക്കളെ ആശുപത്രിയിൽ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ അവിടെ ഇല്ലെങ്കിലോ അതിൻ്റെ കഥ പറയണോ? ഇതുപോലെ ചില കുട്ടികൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഉസ്താദുമാര് വരുന്നത് പിന്നെയും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഈ ചെറിയ കുട്ടികൾ മദ്രസയിൽ നിന്ന് തല്ലുണ്ടാക്കുകയാണ്. ഇതെന്തൊരു ഉത്തരവാദിത്വ ബോധമാണ്? എല്ലാവർക്കും ഉത്തരവാദിത്വ ബോധം വേണം.
എല്ലാ വിഭാഗത്തിലും ഉത്തരവാദിത്വ ബോധം വേണം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. പരിശുദ്ധ ഖുർആൻ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ്, അത് പാരായണം ചെയ്യാനുള്ളതാണ്, അത് ബറക്കത്തെടുക്കാനുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് അതനുസരിച്ച് ജീവിക്കലാണ്. അതിൻ്റെ പുറമെ ഓതിയാൽ ബറക്കത്ത് ലഭിക്കും, കേട്ടാൽ ബറക്കത്ത് ലഭിക്കും, എഴുതിയാൽ ബറക്കത്ത് ലഭിക്കും, മന്ത്രിച്ചാൽ ബറക്കത്ത് ലഭിക്കും. അതേ, അതിൻ്റെ ബറക്കത്ത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. കാരണം അതൊരു സൃഷ്ടിയുടെ കലാമല്ല, സൃഷ്ടാവിൻ്റെ കലാമാണ്. ദാമത്തിൽ ദൈന ഫാഫാ ഖദ് കുല്ല മുഅ്ജിസതി മിനൻ നബിയിന ഇദ് ജാഅത് വലം തദൂമി. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ആ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. ഓ സുഹൃത്തുക്കളെ, ആ ഖുർആനിന്റെ ആശയമനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കണ്ടേ മുസ്ലിം. ഓ സുബ്ഹാനല്ലാഹ്, ഖുർആൻ വർഗീയതയ്ക്ക് പിന്തുണ നൽകുന്നില്ല. വർഗീയവാദിയാകാൻ പാടില്ല, തീവ്രവാദിയാകാൻ പാടില്ല, ഭീകരവാദിയാകാൻ പാടില്ല, അക്രമം നടത്താൻ പാടില്ല, നിരപരാധികളെ ഒന്നും ചെയ്യാൻ പാടില്ല. കുറ്റവാളിയാണെങ്കിൽ പോലും വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഭരണാധികാരികൾ നിയമം നടപ്പാക്കുകയല്ലാതെ വ്യക്തികൾ നിയമം കൈകാര്യം ചെയ്യാൻ പാടില്ല. ഏത് വിഷയം വരുമ്പോഴും പണ്ഡിതന്മാരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് പണ്ഡിതന്മാരെ അനുധാവനം ചെയ്യുകയല്ലാതെ പണ്ഡിതന്മാരെ നിന്ദിക്കാൻ പാടില്ല. പണ്ഡിതന്മാർക്ക് വലിയ ബഹുമാനമാണ്, ആദരവാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതാ ശാഖാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ ചില മസ്അലകളിൽ ഉണ്ടാകാം. ചിലപ്പോൾ സംഘടനാപരമായ വീക്ഷണ വ്യത്യാസമുണ്ടാകാം. അതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെയും ഇകഴ്ത്താൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല. പണ്ഡിതന്മാരെ ആദരിക്കണം, അംഗീകരിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. പടച്ചവനെ ഭയപ്പെടുന്നവര് ശരിയായ അലിമീങ്ങളാണ്. ഖുൽ ഹൽ യസ്തമിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യമാണോ? ഒരിക്കലും തുല്യമല്ല. യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ളവർക്ക് വലിയ ദറജ റബ്ബ് കൊടുക്കുകയാണ്. ശരിയായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ ഒരിക്കലും പണത്തിന്റെ മുന്നിൽ പതറൂല, അതുപോലെ ഒരാളെ മുന്നിലും പതറൂല. ഖാലല്ലദീന ഊതുൽ ഇൽമ വൈലകും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ. അഹങ്കാരിയായ ലോക പണക്കാരൻ ഖാറൂൻ മുതലാളി അഹങ്കാരത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ പലരും അതുപോലെ നമുക്കില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ആലിമീങ്ങൾ പറഞ്ഞ വാക്ക് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരമുള്ളവർ ആ സമയത്ത് പ്രതികരിച്ചത് എങ്ങനെയാണ്? വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. അതേ, അവന്റെ സ്റ്റോറുകൾ ചുമക്കാനല്ല, അവന്റെ സ്റ്റോറുകളുടെ താക്കോലുകൾ ചുമക്കാൻ ഒട്ടകങ്ങൾ വേണം. അത്ര വലിയ ഗംഭീര മുതലാളിയായ ഖാറൂൻ മുതലാളി, അവൻ
അഹങ്കരിച്ചപ്പോൾ അഹങ്കാരിയുടെ അഹങ്കാര സ്വഭാവത്തിലുള്ള യാത്ര കണ്ടപ്പോ നമുക്ക് കിട്ടിയില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്ന് പറയുമ്പോൾ ആലിമീങ്ങളെ മറുപടി വൈലക്കും നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. ഉറച്ച ഈമാനോടെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഖൈറ്. ഈ ദുന്യാവിലതൊന്നും നിലനിൽപ്പുള്ളതല്ല. ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. പക്ഷേ വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ. നല്ല ക്ഷമയുള്ളവർക്കല്ലാതെ ആ ഒരു ദറജ കിട്ടൂല കേട്ടോ. ആലിമീങ്ങൾ തന്നെയാണ്. ആ ആലിമീങ്ങളെ ആദരിക്കണം, അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയുന്ന ആശയങ്ങൾ അങ്ങനെ എത്രയെത്ര പറയാനുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തി ജീവിക്കുന്നൊരു സമൂഹം ഖിയാമത്ത് നാളെടുക്കുമ്പോൾ വരുമെന്നല്ലേ പറയുന്നത്. അതേ നബി തങ്ങൾ പറഞ്ഞു, ആ ഖുർആനുള്ള വരികൾ അവശേഷിക്കുന്നു. മസാജിദുഹും ആമിറ, അവരെ പള്ളികളൊക്കെ വളരെ ജോറാണ്. പള്ളികൾ എന്ത് ഭംഗിയാണ്, പള്ളികൾ എന്ത് ഗംഭീരമാണ്, പള്ളിക്കെന്ത് പ്രൗഢിയാണ്. ഓരോരുത്തരും അതാ പള്ളി ഇങ്ങനെ കാണുകയാണ്, കാണിക്കുകയാണ്. പക്ഷേ മസാജിദും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. ഈ തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ച ഹബീബ് നബി തങ്ങളെ പള്ളിയുണ്ടല്ലോ, നിറയെ സഹാബത്തിന് സുബഹിന്റെ ജമാഅത്തിനുണ്ട്, ഇശാഇന്റെ ജമാഅത്തിനുണ്ട്. ചില കപട വിശ്വാസികൾ ജമാഅത്തിന് വരാതിരുന്നപ്പോൾ അവരെ വീടിന് പോയി ഞാൻ തീ കൊടുക്കാൻ ഉദ്ദേശിച്ചുവെന്ന് നബി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചപ്പോ ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ, എന്നാ ജമാഅത്തിന് വന്നേ പറ്റൂ. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ സമീപത്തുള്ളവന് പള്ളിയിലല്ലാതെ പരിപൂർണ നിസ്കാരമില്ല. അത് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബ് നബി തങ്ങളാ പറയുന്നത്, പള്ളികൾ വളരെ ജോറാണ്. ജോറായ പള്ളി ഉണ്ടാക്കണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥമില്ല. മറ്റ് പലരുടെയും പല ബിൽഡിങ്ങും വളരെ ഗംഭീര ബിൽഡിങ്ങുകളാണ്. മുതലാളിമാരുടെ വലിയ വലിയ കോട്ടേഴ്സുകളും അവരുടെ വലിയ വലിയ ബിൽഡിങ്ങുകളും അവരുടെ വലിയ വലിയ കൊട്ടാരങ്ങളും അവരുടെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളുമൊക്കെ വളരെ ഗംഭീരമായി നിർമ്മിക്കുമ്പോ റബ്ബിന്റെ വീട് മാത്രം ആ ഗാംഭീര്യതയില്ലാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഗംഭീര പള്ളി വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ അവിടെയല്ലല്ലോ വിഷയം. വഹിയ ആമിർ മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. അവിടെ സന്മാർഗമില്ല, ജമാഅത്തിനാളില്ല, ജുമക്കെത്തുന്നില്ല, അൽഖഫ് ഓതുന്നില്ല, സലാത്ത് ചൊല്ലുന്നില്ല. ഇനി ആരെങ്കിലും അൽഖഫ് ഓതുന്നുണ്ടെങ്കിൽ തന്നെ അത് മുടക്കാനുള്ള ഏർപ്പാട് തുടങ്ങുകയാണ്. ആ വിധത്തിൽ അതാ പള്ളി ഖറാബാകുന്നു. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. പലപ്പോഴും അവരെ പണ്ഡിതന്മാരിൽ പലരും അതാ ഭൂമിയുടെ
ചുവടയുള്ള നാശകരാലികളായി പോകുന്നു. ജനങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള വാക്കുകൾ പറയുന്നതിന് പകരം ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്നു. അതിങ്ങനെ ക്ലിപ്പിട്ട് അതാ പുത്തൻവാദി മുതലെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, പറയേണ്ടത് പറയുന്നതിന് പകരം പറയാൻ പാടില്ലാത്തത് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കുന്നു. ചിലപ്പോൾ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പറയുന്ന വ്യക്തിക്ക് ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ സാധാരണക്കാർക്ക് ഈ വ്യാഖ്യാനം അറിയാമോ? അതാ ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കുന്ന വിധം അതെന്ത് സംഗതിയാണെങ്കിലും ശരി, ഔലിയാക്കളെ കറാമത്താണെങ്കിലും മദ്ഹാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന ശൈലിയിൽ പറയാൻ പാടില്ലല്ലോ. ഒരു വിഷയവും പറയാൻ പാടില്ലല്ലോ. ആ നിലക്കതാ നാശം വിതക്കുന്ന ചില പണ്ഡിതന്മാർ ഉലമാഉഹും ശർറു മൻ തഹതാദി മിസ്സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദ്. അവരിൽ നിന്ന് തന്നെ നാശം തുടങ്ങുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കുന്നു. അവരിലേക്ക് അത് മടങ്ങുന്നു. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യുഗത്തിലാണ് ഈ പാവപ്പെട്ട എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം. ഓ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി പറയുന്നില്ല, ആദ്യം തുടങ്ങി വെച്ചതിലേക്ക് മടങ്ങട്ടെ. അല്ലാഹ് പറഞ്ഞു കഅബ ശരീഫിനെ സംബന്ധിച്ച് ഫീ ആയാത്തുൻ ബയ്യിനാത്ത്, അവിടെ അതാ വ്യക്തമായ തെളിവുകളുണ്ട്. തെളിവാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ 6 മാസം ഘോരമായ മഴ, പിന്നെയും ഇടയ്ക്കിടയ്ക്ക് മഴ, അതിൻ്റെ പുറമെ നദികളും കടലും ഒക്കെ സമീപത്തുണ്ട്. എന്നിട്ടോ നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ 1000-ഓളം ആള് വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അവരാരും നമ്മളെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടില്ല. അവരത് അല്പം വെള്ളം ഉപയോഗിച്ചത് മാത്രം. അപ്പോഴേക്ക് കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. ചിലപ്പോൾ ഒറ്റ വീട്ടുകാരൻ എടുക്കുമ്പോൾ തന്നെ വറ്റിപ്പോയി. എന്നാൽ നിങ്ങൾ കഅബയുടെ സമീപത്ത് വരൂ. വലിയ എത്രയോ ചതുരശ്ര കിലോമീറ്റർ വീതിയുള്ള കിണറല്ല, ഒരു ചെറിയ കിണറുണ്ടല്ലോ അവിടെ, അത് സംസം കിണറാണ്. അവിടെ നിന്ന് എത്ര ആളുകൾ, കോടികളാണ് വെള്ളം കുടിക്കുന്നത്. ആ വെള്ളം അവിടെ മാത്രമല്ല, മദീനയിലും സുലഭമാണ്. ജനങ്ങളൊക്കെ കുടിക്കുകയാണ്. വെറും കുടിക്കല് മാത്രമല്ല, ലോകത്തിന്റെ സർവ്വമുക്ക് മൂലകളിലേക്കും കോടിക്കണക്കിന് ആളുകൾ ഓരോ കൊല്ലവും കെട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ഒരിക്കൽ ചിലപ്പോ ഒരു കൊല്ലത്തിൽ ഒരു മഴ പോലും പെയ്യാറില്ല. അവിടെ വയലുകളില്ല, അവിടെ നദികളില്ല, ജലസംഭരണികളില്ല. പക്ഷേ ആ കഅബയുടെ സമീപത്തുള്ള ബഹുമാനപ്പെട്ട കിണറുണ്ടല്ലോ, ഫീ ആയാത്തും ബയ്യിനാത്ത്, അതെന്നും വ്യക്തമായ തെളിവായി നിലനിൽക്കുന്നു. വെള്ളത്തിനൊരു കുറവുമില്ല. എന്തെല്ലാം തെളിവുകളാണ് അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കക്കാരനോ ജർമ്മൻകാരനോ ആർക്കും ചിന്തിക്കാമല്ലോ ഈ ദൃഷ്ടാന്തം. ആ വെള്ളം അതേ നിലക്ക് തന്നെ കുറയാതെ നിൽക്കുന്നു. ആ മഹത്തായ കഅബ ശരീഫ്, അതിന്റെ പുനർനിർമ്മാണം ഏറ്റെടുത്ത് നിർവഹിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സഹകരിച്ച മഹൽ വ്യക്തിത്വമാണ് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. രണ്ടുപേരും ഉപ്പാപ്പമാരാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദി വവാലിദിൻ വമാ ബലദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് സത്യം ചെയ്തില്ലേ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക എന്ന നാട്ടിനെ മുൻനിർത്തി സത്യം ചെയ്തില്ലേ? വവാലിദിൻ വമാ ബലദ്, മാത്രമല്ല വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിലല്ലേ നബി തങ്ങളുടെ ജന്മം.
ആ നാട്ടിലല്ലേ നബിതങ്ങളുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ നാടിനെ സത്യം ചെയ്യാൻ മാത്രം അത് വലിയ പുണ്യനാടാണല്ലോ. വവാലിദിൻ വമാ വലദ്, ബാപ്പയെ തന്നെയാണ് സത്യം, മകനെ തന്നെയാണ് സത്യം. ആ ബാപ്പ ആരാണ്? മുഫസ്സിറുകളിൽ പലരും പല തഫ്സീർ പറഞ്ഞ കൂട്ടത്തിൽ ആ പറഞ്ഞത് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹീം, നബിതങ്ങളെ ഉപ്പാപ്പയാണല്ലോ. അവിടുത്തെ മകനും ഉപ്പാപ്പയാണല്ലോ. അവര് രണ്ടുപേരും ആ കഅബ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെ പ്രാർത്ഥന എന്താണ്? ഈ ചെരുമ്പയിലെ പള്ളി നിർമ്മിച്ചവരും അതിന് പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹകരിച്ചവരും ഈ സദസ്സിൽ പങ്കെടുത്തവരും ഇത് സംഘടിപ്പിച്ചവരും, റബ്ബേ ഞങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ സർവ്വ അമലും നീ സ്വീകരിക്കണേ അല്ലാഹ്. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബ ശരീഫിന്റെ ബഹുമാനം പറഞ്ഞാ തീരൂല. പക്ഷേ അത് നിർമ്മിക്കുന്ന ഞങ്ങൾക്ക് അത് ഞങ്ങളെ റബ്ബൊന്ന് കബൂൽ ചെയ്ത് കിട്ടണ്ടേ, സ്വീകരിച്ച് കിട്ടണ്ടേ. പേരോട് അബ്ദുറഹ്മാൻ ഇവിടെ അതാ 10 മണിക്കൂർ വയത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ പറയുന്നതൊരു മിനിറ്റാണെങ്കിലും അത് റബ്ബൊന്ന് സ്വീകരിച്ച് കിട്ടണ്ടേ. ഇല്ലെങ്കിൽ ആരോഗ്യം കളഞ്ഞിട്ട് എന്താ കാര്യം? അതേ, നമ്മൾ വയത് കേട്ടിട്ട് എന്താ കാര്യം? റബ്ബ് നമ്മളെ അമലുകളൊക്കെ ഒന്ന് സ്വീകരിച്ച് കിട്ടണ്ടേ. ജീവിതത്തിൽ ഒരു തെറ്റും വരാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, ഗീബത്തില്ല, നമീമത്തില്ല, കള്ളം പറയലില്ല, വാക്ക് ലംഘിക്കലില്ല, ഒന്നുമില്ല. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നിഷ്കളങ്കരായ അതേ തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും പടച്ച റബ്ബിനോടുള്ള മഹബത്തിനോ റബ്ബിന്റെ മേലുള്ള സമർപ്പണത്തിനോ ഒരു കുറവും വരുത്തിയിട്ടില്ല. തീക്കുണ്ടാരത്തിലേക്ക് ശത്രുക്കൾ വലിച്ചെറിയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ ഒന്നും വേണ്ട, അതേ റബ്ബുണ്ടല്ലോ. എന്നാ റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ അതാ ഇൽമുഹു ബിഹലീ യുഗ്നീനി അൻ സുആലി, എന്റെ അവസ്ഥ എന്റെ റബ്ബ് അറിയുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ 100% അല്ലാഹുവിൽ ലയിച്ച് ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം ഈ മഹത്തായ പള്ളി നിർമ്മിക്കുമ്പോ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? എന്റെ റബ്ബ് ഇത് കബൂൽ ചെയ്ത് കിട്ടുമോ? റബ്ബ് സ്വീകരിക്കുമോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ്. ഞങ്ങൾ റബ്ബേ ഇത് ഞങ്ങളിന് കബൂൽ ചെയ്യണേ. ഓ സുഹൃത്തുക്കളെ, പ്രസംഗിക്കുന്ന പാവപ്പെട്ടവരും കേൾക്കുന്ന നിങ്ങളും, അതേ പള്ളികൾ മദ്രസകൾ നടത്തുന്നവരും അതുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരും സംഘടനാ പ്രവർത്തനം നടത്തുന്നവരും ഏത് കക്ഷികളും ചിന്തിക്കേണ്ട ചിന്ത, കുടിക്കാൻ വെള്ളം തന്ന റബ്ബ്, കഴിക്കാൻ ഭക്ഷണം തന്ന റബ്ബ്, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന റബ്ബ്, കയ്യും കാലും കണ്ണും മൂക്കും നാക്കുമൊക്കെ തന്ന റബ്ബ് പോരാ,
അതാ ഓരോ സെക്കൻഡിലും വർക്ക് ചെയ്യുന്ന ഹാർട്ട് തന്ന റബ്ബ്, കിഡ്നി തന്ന റബ്ബ്, കരള് തന്ന റബ്ബ്, ബ്രെയിൻ തന്ന റബ്ബ്. ചെറുപ്പക്കാരനായ എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു, മദ്രാസിലാണ്, ഭാര്യയുടെ കൂടെയാണ്, കരളിന് ഓപ്പറേഷനാണ്. ഇന്നത്തെ ദിവസം കരള് പൊട്ടി ചോര വരുന്നു. ആദ്യം ഹാർട്ട് ശരിയാക്കിയിട്ട് വേണം ഈ ഓപ്പറേഷൻ നടത്താൻ. ഇന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞതാണ് എൻ്റെ സുഹൃത്ത് കുഞ്ഞമ്മദ് മുസ്ലിയാർ. റബ്ബേ, ആ ഭാര്യക്ക് നീ പൂർണ്ണാഫിയത്ത് നൽകണം റഹ്മാനെ. മറ്റൊരു സ്ത്രീ കിഡ്നി അതാ ഓപ്പറേഷൻ നടന്ന് അവിടെ എറണാകുളത്ത് കിടക്കുന്നുണ്ട്. വേറെ എൻ്റെ കൂടെ പഠിച്ച വേറെ ഒരാൾ അതാ കരളിൻ്റെ അസുഖത്തിന് വേണ്ടി അതാ ലക്ഷോർ ഹോസ്പിറ്റലിലുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ പാവപ്പെട്ട എനിക്ക് ഓരോ സെക്കൻഡിലും സർവവും ചലിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിച്ച് എന്നെ സംരക്ഷിക്കുന്ന റബ്ബില്ലയോ, നിങ്ങളെ സംരക്ഷിക്കുന്ന റബ്ബില്ലയോ? എൻ്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതാ ഹൈന്ദവ മതക്കാര് കല്യാണം നടത്തുന്നു, ക്രിസ്തു മതക്കാര് കല്യാണം നടത്തുന്നു, മുസ്ലിങ്ങൾ കല്യാണം നടത്തുമ്പോൾ യുവാക്കള് കാണിക്കുന്ന അച്ചടക്കരാഹിത്യം, അവര് കാണിക്കുന്ന അഹങ്കാരം, അവര് കാണിക്കുന്ന തോന്നിവാസം വേറെ ഒരു മതക്കാരിലും കാണുന്നില്ലല്ലോ. വയലിന് വല്ല കുറവുണ്ടോ നമ്മളെ സമുദായത്തിന്? സ്ഥാപനത്തിന് കുറവുണ്ടോ നമ്മളെ സമുദായത്തിന്? ക്ലാസ്സിന് കുറവുണ്ടോ നമ്മളെ സമുദായത്തിന്? എന്തേ റബ്ബിലേക്ക് ഖൽബ് നീങ്ങുന്നില്ല? എൻ്റെ ഹാർട്ടും കിഡ്നിയും എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് എൻ്റെ അഹങ്കാരത്തിന് എന്നെ ശിക്ഷിച്ചാലോ? വലാ തംശി ഫിൽ അർളി മർഹാ, നീ തുള്ളിച്ചാടി അഹങ്കാരിയായി നടക്കല്ല മോനെ. ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശം ഖുർആനിലില്ലേ? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെ സ്റ്റാറ്റസ് നടിക്കുന്നവനെ, അഹങ്കാരികളെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ യുവാക്കളെ? ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിനാണ്, ആർക്ക് വേണ്ടിയുമല്ല. അതുകൊണ്ട് തുറന്ന് പറയുകയാണ്, ആ റബ്ബ് അവൻ തന്നെ നിഅമത്തിനു വല്ല അറ്റവുമുണ്ടോ? ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ അവന് വല്ലതും ഇവിടെ വരാനുണ്ടോ? ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ റബ്ബിന് വല്ല നഷ്ടവുമുണ്ടോ? ഒരു സൃഷ്ടികളിലേക്കും ആവശ്യമില്ലാത്തവനല്ലേ റബ്ബ്. ആ റബ്ബൊന്ന് ഖബൂൽ ചെയ്ത് കിട്ടണ്ടേ? അതിനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, നീ ഒന്ന് സ്വീകരിക്കണേ. ഏത് പള്ളി നിർമ്മിക്കുമ്പോഴും, ഏത് സ്ഥാപനം നിർമ്മിക്കുമ്പോഴും, ഏത് വർക്ക് ചെയ്യുമ്പോഴും, ഏത് പ്രസംഗം നടത്തുമ്പോഴും, ഏത് ലേഖനം എഴുതുമ്പോഴും, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും, ഏത് സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും, അവിടെ എല്ലാം നമ്മളെ ഖൽബിൽ വേണ്ടത് റബ്ബൊന്ന് ഖബൂൽ ചെയ്ത് കിട്ടണം. അത് ഖബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവും ഒന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സോടെ പടച്ചവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരിൽ നിന്നാണ് റബ്ബ് ഖബൂൽ ചെയ്യുന്നത്. അത് ഖുർആനല്ലേ? അതുകൊണ്ട് പറയട്ടെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് മുത്തഖിയായി ജീവിക്കുന്നവർക്കാണ് റബ്ബിന്റെ ഖബൂലി ഉള്ളത്. അത് വേറെയും ഹദീസുകളിൽ കാണാം. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മൻ അഹദസ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, പുത്തനാശയക്കാരനെ കൂട്ടുപിടിച്ച് അവൻ ഒത്താശ ചെയ്തു കൊടുത്താൽ, അള്ളാന്റെ റസൂല് പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹ് അവനെ ദൂരീകരിക്കട്ടെ.
ദൂരീകരിക്കുന്നു. വൽ മലായിക, മലക്കുകൾ ദൂരീകരിക്കുന്നു. വന്നാസി അജ്മഈൻ, സർവമഹാന്മാരും ദൂരീകരിക്കുന്നു. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവന്റെ ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. സുന്നത്ത് ജമാഅത്തിലൊടി അടിയുറച്ച് നിൽക്കുന്നവൻ അവന്റെ അമലല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. അതിന്റെ പുറമെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാലല്ലാതെ ആളുകൾ കാണാനോ കേൾക്കാനോ പുകഴ്ത്തി പറയാനോ പ്രവർത്തിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായും അല്ലാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് വേണം, അത് മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കൂല. അതുകൊണ്ട് നമുക്കൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഈ പള്ളിക്കാരാണോ അധ്വാനിച്ചത്, മദ്രസക്കാരാണോ അധ്വാനിച്ചത്, ആരാണോ അതിന് സഹായിച്ചത്, റബ്ബേ അവരിൽ നിന്നും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു വന്ന ഞങ്ങളിൽ നിന്നും സർവ്വ അമലും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എൻ്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. വമജ്തമഅ മലഉൻ ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒന്നിച്ചിരുന്ന് കൂട്ടായി ദുആ ചെയ്താൽ റബ്ബ് ഉത്തരം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജ്ലിസായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ പള്ളി മദ്രസകളൊക്കെ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ടല്ലോ, ഭാരവാഹികൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭാരം വഹിച്ചവർ, വെയിറ്റ് താങ്ങുന്നവരെന്നാണല്ലോ. അവരെ ഭാരം വളരെ വലുതാണ്. അത് അല്ലാഹുവിന്റെ പൊരുത്തമനുസരിച്ച് പള്ളി നടത്തിക്കൊണ്ടുപോരൽ തന്നെ വലിയ ഭാരമാണ്. കൃത്യമായി ബാങ്ക് നടക്കണം, ജമാഅത്ത് നടക്കണം, അതുപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കണം. അത് വലിയ ഭാരമാണ്. ഒരു കക്ഷി ഭാരം വഹിച്ചാൽ ഭാരം വഹിച്ചവനെ എങ്ങനെയുണ്ട് ആക്രമിക്കാനെന്ന് ചിന്തിക്കുന്നതിന് പകരം താങ്ങിക്കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഒരു മയ്യിത്തും എടുത്ത് പോകുന്ന 4 ആളുകൾ മയ്യിത്ത് കട്ടിൽ പിടിച്ച് പോകുമ്പോൾ അവരങ്ങ് കുടുങ്ങട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളും താങ്ങിക്കൊടുക്കണ്ടേ മുഅ്മിനീങ്ങൾ. ഇതുപോലെ ഏത് കമ്മിറ്റിയും നടത്തുന്ന ഭാരവാഹികൾക്ക് സാധാരണക്കാരായ ആണും പെണ്ണുമൊക്കെ അവരെ പ്രവർത്തനത്തിന് നന്നായി താങ്ങിക്കൊടുക്കണം, സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം. നമ്മളെ പണ്ഡിതന്മാരുണ്ടല്ലോ, ആ പണ്ഡിതന്മാർ യാചകന്മാരാകാൻ പാടില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണം. നമ്മുടെ പള്ളിയിൽ കയറി ഖുതുബ ഓതുന്ന ഉസ്താദ്, ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദ് മറ്റൊരാളോട് കൈകാട്ടി യാചിക്കുന്നവനായി കൂടാ. അതിനെന്ത് വേണം? നമ്മളെ പള്ളിയിലെയും മദ്രസയിലെയും ഉസ്താദുമാർക്ക് മാനമായ ശമ്പളം കൊടുക്കണം. അതൊരു വലിയ ഭാരമാണ്. ആ ഭാരത്തിന് ജനങ്ങൾ കൂടിക്കൊടുക്കണം ഭാരവാഹികളോട്. അപ്പോഴാണ് സമുദായത്തിന്റെ ഇസ്സത്ത്, സമുദായത്തിന്റെ നിലനിൽപ്പ്. അപ്പോഴാണ് സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾക്ക് ഇൽമു പഠിക്കണമെന്ന ബോധമുണ്ടാകുന്നത്. ഇൽമു പഠിച്ച് ആലിമീങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാം ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അതാ ഇസ്ലാമിന്റെ ജീവൻ ഇൽമാണ് കേട്ടോ. ആ ജീവൻ ഇല്ലാതെ ആയിക്കൂടാ. അതിനെന്ത് വേണം? മാനമായ ശമ്പളം പണ്ഡിതന്മാർക്ക് നൽകുമ്പോ അതിലേക്ക് അതാ മുതലാളിമാരെ മക്കൾ തന്നെ അതാ സന്തോഷത്തോടെ ഇൽമു പഠിക്കാൻ വരും. അന്തസ്സോടെ അവർക്ക് ദീന് പറയാൻ കഴിയും. അതിനുള്ള സാഹചര്യം ഈ ഉമ്മത്തുണ്ടാക്കണം. അല്ലാഹു നമുക്കൊക്കെ നല്ല ചിന്തകൾ നൽകുമാറാകട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ഇലാ ഹദറാത്തി ജമീഇ മൻ ദകർനാഹും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅതീതഹു. ഫാത്തിഹയിൽ നിന്ന് ഒരൊറ്റ അക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കൂല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അതുകൊണ്ടാണ് നമ്മളെ ആലിമീങ്ങളൊക്കെ പഴയ കാലത്തെ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നടപ്പാക്കി തന്നത്. അതൊന്നും പുത്തൻവാദികൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. പഠിച്ചവൻ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ, പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളവരെ ചീത്ത പറയരുത്, തെറി പറയരുത്. അതുകൊണ്ട് അവർ നന്നാവില്ലല്ലോ. അവർ നന്നാക്കാൻ അള്ളാഹുവിനോട് ദ്വാരക്കുക, ഇൽമിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മളെ ഉത്തരവാദിത്വം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും, എല്ലാ മുഅ്മിനീങ്ങളെയും, ഹബീബ് നബി തങ്ങളെ ഉമ്മത്തുകളെ മുഴുവനും അള്ളാഹു നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ മുൻഗാമികളായി മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിൽ, പ്രത്യേകിച്ചും നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരുടെ ഹളറത്തിലും ഞങ്ങൾ ഏതെല്ലാം മഹാന്മാരുടെ കിതാബുകൾ കൊണ്ട്, ഇൽമു കൊണ്ട് ഉപകരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ, പ്രത്യേകിച്ചും ഞങ്ങളിവിടെ പേര് പറഞ്ഞ മഹാന്മാരെ ഹളറത്തിലും ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മാമ്മമാർ, ഉപ്പാപ്പമാർ, ബാപ്പ, ഉമ്മ, കുടുംബങ്ങൾ, അല്ലാ, ഞങ്ങളുടെ ബന്ധുക്കൾ, സംബന്ധത്തിലുള്ളവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളുമൊക്കെ ഏൽപ്പിച്ചവർ, ഞങ്ങളുടെ സദസ്സിൽ ഈമാനോടെ തഖ്വയോടെ ഇൽമു കേൾക്കാൻ കാത്തിരുന്നവർ, ആരൊക്കെ മരിച്ചുപോയോ അവരുടെ എല്ലാം ഖബറിൽ നീ വസാരം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പള്ളി നിർമ്മിച്ചവർ, അതിനെ സഹായിച്ചവർ, ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്ത മുൻഗാമികളാരുണ്ടോ, ഞങ്ങളെ മുൻഗാമികളാരുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവരും ഞങ്ങളുമൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാര്, ഉപ്പമാര്, ഞങ്ങളുടെ അമ്മായിമാര്, അമ്മോശന്മാർ, ഞങ്ങളുടെ ജേട്ടാരുജന്മാർ, എളാപ്പമാര്, മൂത്താപ്പമാര്, അമ്മാമന്മാര്, എളോമമാർ, അങ്ങനെ ഞങ്ങളെ ബന്ധത്തിൽ മരിച്ചുപോയവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ച എത്രയോ ആളുകൾ മരിച്ചു പോയവരുണ്ട്. പഠിപ്പിച്ചവർ പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത പലരും മരിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളെ പ്രിയം വെച്ച പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറും ഞങ്ങളെ ഖബറും സ്വർഗതോപ്പാക്കണേ അല്ലാ. അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളൊക്കെ അതിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. അറിവ് കേട് കൊണ്ടോ, ചിന്തക്കുറവ് കൊണ്ടോ, ബോധക്കുറവ് കൊണ്ടോ ഞങ്ങളെ പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച സുന്നത്ത് ജമാഅത്തിലെ യുവാക്കൾ, റബ്ബേ, അവർക്കൊക്കെയും ഖൈറിന് തൗഫീഖ് നൽകണം അല്ലാ. അവരുടെ ഭാവി ജീവിതം സന്തോഷകരമാക്കണം അല്ലാ. ഞങ്ങളിൽ ആർക്കെന്ത് ജോലിയുണ്ടോ, ബിസിനസ് ഉണ്ടോ, വിദേശത്തുണ്ടോ, നാട്ടിലുണ്ടോ, ഈ ഖൈറും ബറക്കത്തും അവർക്കും ഞങ്ങൾക്കും ഏറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്ന് നീ പൊരുത്തപ്പെടാത്തതെന്ത് സംഭവിച്ചു പോയോ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരിൽ എന്ത് നീ പൊരുത്തപ്പെടാത്തത് സംഭവിച്ചു പോയോ, ഗഫൂറല്ലേ നീ, കരീമല്ലേ നീ, അഫുവല്ലേ നീ, മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ നീ. അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയം വെച്ച എല്ലാവർക്കും നീ മാപ്പ് തരളേ അല്ലാ. ആരെയും ശിക്ഷിക്കരുതേ അല്ലാ. സ്വർഗത്തിൽ കടക്കാനുള്ള യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല.
ഞങ്ങൾക്കെല്ലാം സ്വർഗം തരാനുള്ള യോഗ്യത നിനക്കുണ്ടല്ലോ അല്ലാഹ്. നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ അമലും ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിലോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച സദഖകൾ തന്നവരിലോ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചവർ, സഹായിച്ചവർ, പ്രവർത്തിച്ചവർ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റണം അല്ലാ. ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണം അല്ലാ. എന്ത് കടമുണ്ടോ നീ വീട്ടിത്തരണേ അല്ലാ. കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുതേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. റബ്ബേ, നിനക്ക് സുജൂദ് ചെയ്യാനുള്ള പള്ളി നിർമ്മിച്ചവർക്ക് സ്വർഗത്തിൽ മാളിക നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അന അവ്വലു മൻ യുഹരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കട്ടി ആദ്യമായി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് സാലിഹീകളോടുള്ള ബന്ധത്തോടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സന്തോഷത്തിന്റെ വേർപാട് തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഈ ജമാഅത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള നാടുകളിലും ലോകം മുഴുക്കയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകൾക്ക് ഖൈർ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله